നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഉണ്ടല്ലോ. രണ്ട് മക്കളുടെ അവകാശം. രണ്ട് മക്കളും പരിപൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ട്. പരിപൂർണ്ണ അവകാശമുണ്ട്. ഓക്കെ. അപ്പോൾ അവരുടെ വീട് മക്കൾക്ക് നൽകിയ വീട് നിങ്ങൾക്ക് അവകാശം ഇല്ലെങ്കിൽ അവകാശം ഞാൻ പറയുന്നത് എഴുതി തന്നില്ലായും എന്നാലും മക്കളുടെ അമ്മയായതുകൊണ്ട് ഞാൻ താമസിക്കുന്നു. എത്ര നാൾ താമസിക്കുമെന്ന് എനിക്കറിയില്ല. അത്ര നാൾ താമസിക്കും. എനിക്കിപ്പോൾ ചില സങ്കടം തോന്നുന്നുണ്ട്. ആ വീട് അംഗീകരിക്കാൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക. ഒരിക്കലും മരിച്ചാലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് വീട് അംഗീകരിക്കുക? മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. എല്ലാ അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെ നിങ്ങൾ പോയി കുറ്റം പറയണം. അല്ലാതെ രേണുസുധ മാത്രം അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ പുറകെ മാത്രമല്ല നിങ്ങൾ 2 വർഷമായി. ഓക്കെ, അത് തിരിച്ചു വരില്ല. പക്ഷേ അദ്ദേഹത്തെ വെച്ച് താങ്കളുടെ പേര് കുപ്രസിദ്ധിയാണ്. ഫോട്ടോ ഉപയോഗിക്കുന്ന ലൈഫിൽ ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപേക്ഷിക്കായിരിക്കും. കെട്ടിക്കഴിഞ്ഞാൽ പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിനെ കുറിച്ച് തന്നെയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ രേണുവിൻ്റെ വീഡിയോസ് നമ്മളിങ്ങനെ എടുക്കേണ്ടതെന്ന് വിചാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എവിടെന്നെങ്കിലും ഒരു കണ്ടന്റ് കയറി വരും. പിന്നെ ഒരു കാര്യമുണ്ട്, ഓഡിയൻസിന് കാണാൻ കൂടുതൽ ഇഷ്ടം രേണുവിനെ പറ്റി നെഗറ്റീവിൻ്റെ ഉള്ള വീഡിയോസൊക്കെയാണ് കൂടുതലും കാണാൻ ഇഷ്ടം. അതാണ്. അല്ലാതെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മറ്റേതൊരു കാര്യത്തെപ്പറ്റി എടുത്ത് റിയാക്ട് ചെയ്താലും ആർക്കും കാണാനും താല്പര്യമില്ല. പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആ വഴിക്ക് പൊക്കോളുക. അല്ലാത്തവർ മാത്രം വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി. കാര്യം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഓരോന്നിടുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ 1.5 ലക്ഷമായി എന്ന് പറഞ്ഞ് രേണുവിൻ്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളായതേ ഉള്ളൂ. ഞാൻ പിന്നെ രേണുവിൻ്റെ വീഡിയോസ് മാത്രമല്ല എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമൊക്കെ വേറെ മറ്റു വീഡിയോസ് ആയിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിലും അതെ, എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. അതിപ്പോൾ പെണ്ണുങ്ങളുടെ ഒരു വിഷയം, ഇപ്പോൾ രേണു ചെയ്യുന്ന പോലെ തന്നെ കോലംകെട്ടൽ ഏത് പെണ്ണുങ്ങൾ ചെയ്താലും അവരെല്ലാം എനിക്ക് പബ്ലിക്ക് വന്ന് കിടന്ന് നമുക്ക് ഒരുപാട് പൊതുശല്യമാകുന്ന വീഡിയോസൊക്കെയാണ് എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രേണുവിൻ്റെ കാര്യത്തിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ രേണുവിനെ വിളിപ്പിക്കാനായിട്ട് ആദ്യം ജാസി വന്നിട്ടുണ്ടായിരുന്നു, ശ്രീലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സജിന, ശ്രീതു, അവർ സ്ഥിരമായിട്ടുള്ളൊരു ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് വെളുപ്പിക്കലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുതിയതായിട്ടൊരു അവതാരം, പുതിയതായിട്ട് ഒന്നൊന്നുമല്ല, ഇത് കുറച്ച് നാളായിക്കൊണ്ട് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം മുതൽ ശാരിക രേണുവിൻ്റെ കൂടെ കൂടിയേക്കുന്ന ഒരു വ്യക്തിയാണ്. ശാരിക വന്നേച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ രേണുവിനെ നെഗറ്റീവായിട്ടാണ് വരുന്നത് കേട്ടോ. പല കാര്യങ്ങളും നമുക്കിപ്പം ഇവരെന്നതായിരുന്നു എന്നുള്ളത് ഇതിന് മുന്നേ ഈ ബിഗ് ബോസ് രേണു ഇപ്പോൾ ഒരു 10-11 മാസം മുമ്പേ ഉള്ളൊരു ഇവരൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെടുത്ത് വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഇവരെന്നതാണ് രേണുവിൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ളതെന്നറിയാം. അന്ന് ഇവരെ വാരിയെടുത്ത് ഉടുത്തതാണ് നാട്ടുകാർ. കാര്യം വെച്ചാൽ അത്രയ്ക്ക് പച്ചയ്ക്കാണ് രേണുവിൻ്റെ അടുത്ത് ഓരോന്നും ചോദിച്ചത്. അത് കഴിഞ്ഞ് അത് വെളുപ്പിക്കാൻ വേണ്ടി ഇവർ രണ്ടാമത് ഒന്നും കൂടെ രേണുവിനെ ഇൻ്റർവ്യൂ ചെയ്തു. ആ ചെയ്തതിനകത്തും രേണുവിനെ ഒരുപാട് മോശക്കാരിയാക്കുന്ന രീതിയിലാണ് ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അപ്പം ഇപ്പോൾ ശാരികയുടെ വർത്തമാനം കേട്ടാൽ തോന്നും ശാരിക ഏതാണ്ട് നന്മമരമാണ്, അങ്ങ് ദൈവത്തിൻ്റെയൊക്കെ പ്രതിപുരുഷനായിട്ട് ഇപ്പോൾ രേണുവിനെ അങ്ങ് രക്ഷിക്കാൻ വന്നേക്കുന്ന ആളാന്ന് തോന്നും. ഒരിക്കലുമല്ല. ഇവരാരും വരുന്നത് രേണുവിനെ രക്ഷിക്കാനല്ല. സത്യം പറഞ്ഞാൽ രേണുവിനെ നെഗറ്റീവ് പറയുന്നവരാണ് രേണുവിനെ പിന്നെ രക്ഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അവരെപ്പോഴും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അതുപോലെ എടുത്താണ് പറയുന്നത്. പല റിയാക്ഷൻ വീഡിയോക്കാരാണേലും രേണു നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയാറുണ്ട്, രേണു മോശം കാണിക്കുന്നതാണ് മോശമെന്ന് തന്നെ പറയാറുള്ളത്. പക്ഷേ ഇവരൊക്കെ അങ്ങനെയല്ല. രേണു മോശം ചെയ്താലും അത് നല്ലതെന്ന് പറഞ്ഞ് രേണുവിനെ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെയൊക്കെ ഉദ്ദേശം റീച്ച് തന്നെയാണ്. ഇവരൊക്കെ റിയാക്ഷൻ മീഡിയക്കാരെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം തന്നെ. പക്ഷെ ഇവരത് അംഗീകരിച്ച് തരികയല്ല. ഈ ശാരിക പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെന്റിൽ ഞാൻ എന്ത് വിഷയം എടുക്കുമെന്ന് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്, കുറച്ച് നാളുകളായിട്ട് എൻ്റെ തലയിലും എൻ്റെ ചെവിയിലും ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരു സാധനമാണ് രേണുസുധിയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന സോഷ്യൽ മീഡിയ. അതിപ്പോൾ കാലങ്ങളായിട്ട്, അതായത് 1.5-2 വർഷമായിട്ട് അവർ വേട്ടയാടപ്പെടുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല. പക്ഷേ അതിനപ്പുറം അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന്റെ എണ്ണം കൂടി വരുന്നു. അവരുടെ കുഞ്ഞിന്റെ പിതൃത്വം, അവരുടെ മൂത്ത മകനുമായിട്ടുള്ള വിഷയങ്ങൾ പേപ്പിച്ചു കാണുക, അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുക, അങ്ങനെ അവരുടെ ഫാമിലിയെ പോലും തച്ചുടയ്ക്കാൻ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലും. പ്രത്യാരോപണങ്ങൾ ചെയ്യണം, എന്തെങ്കിലും നീ നിന്റെ കാര്യം നോക്കണം, പോടാ, അങ്ങനെ എന്തെങ്കിലും ആ കുട്ടി പറയാറുള്ളൂ. പക്ഷേ ഇപ്പോൾ രേഷ്മ പി തങ്കച്ചന്റെ ലൈഫ് നശിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാർ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ഇന്ന് ഉറപ്പായിട്ടും രേണുസുധിക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷയം റിയാക്ട് ചെയ്യേണ്ട ദിവസം അല്ലെങ്കിൽ ആ ഡേ ഇന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് വളരെ അർജന്റായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ന് തന്നെ രേണുസുധിയുടെ ആ ഒരു വിഷയം എടുത്ത് സംസാരിക്കാമെന്ന് വെച്ചത്. ചിരിക്കാതെ എങ്ങനെ ഇരിക്കും എന്ന് പറ. അർജന്റായിട്ടുള്ള കാര്യങ്ങൾ, രേണുവിൻ്റെ കാര്യമാണ്. ഇവർക്കിപ്പം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ വിഷയങ്ങൾ എടുത്താൽ എന്നതെല്ലാം സംഭവങ്ങൾ നടന്നു. ആ പടക്കത്തിൻ്റെ നടന്നു, അതിന് തീ പിടിച്ചത്, പിന്നെ അതിന് മുമ്പ് നടന്നൊരു ആക്സിഡൻറ്റ്, അത് കഴിഞ്ഞ് ഈയിടയ്ക്ക് നമ്മുടെ നന്ദഗോവിന്ദം, അവരെത്ര ഫെയിമായിട്ട് നിൽക്കുന്നത്, അവരെ എത്രമാത്രം താറടിക്കുന്ന കാര്യങ്ങൾ വന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിലെ ആ എന്നതെല്ലാം കാര്യങ്ങൾ വരുന്നു. അതൊന്നും പുള്ളി കണ്ടില്ല. ഇത് ചില മന്ത്രിമാർ പറയുന്നുണ്ട്, ഞാൻ വിദേശത്ത് പോയപ്പോഴത്തേക്ക് അവിടെ നിന്നപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നങ്ങളാന്ന് പറഞ്ഞു. അപ്പം അത് എൻ്റെ അടുത്ത് പറയണ്ട, ഞാനത് വേണം, അതുകൊണ്ട് ഞാൻ ഓടി ഇങ്ങ് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്ന പുള്ളിക്കാരി ദൂരെ എങ്ങാണ്ടായിരുന്നു. അവിടെ നിന്ന് രേണുവിൻ്റെ കാര്യം മാത്രമേ പുള്ളി അറിഞ്ഞുള്ളൂ, വേറെ ആരുടെയും കാര്യങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് പുള്ളിക്കാരി ഓടി ഇങ്ങ് വന്നതാണ് അതെടുത്ത് റിയാക്ട് ചെയ്യാനായിട്ട്. ഇവരിപ്പോൾ ഒരു ചാനൽ തുടങ്ങി, ഇവർക്കൊരു ചാനലുണ്ട്. അതിപ്പോൾ അതിൻ്റെ എല്ലാം മറ്റേതെന്ന് വെച്ചാൽ ഇവർ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റി വെച്ച് ഇപ്പോഴെന്താ തന്നെ
ഏതാണ്ട് ഒരു പേര് മറന്നു പോയത് ആ സംഭവമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇവർ ഓരോ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ഇവരെടുത്ത് സംസാരിച്ച് അതിൻ്റെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു മറന്നുപോയതേ. അങ്ങനെ ഒരു സംഭവമായിട്ട് ഇവർ വന്ന് അവർ രേണുവിൻ്റെ വിഷയമാണ് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഇവരാണ് ഒരു സത്യം ഞാൻ പറയാം, ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം രേണുവിന് ആ ഒരു മോശം ഇമേജൊക്കെ മാറി രേണു ഒരു ഇച്ചിരി ഒന്ന് നല്ലതായിട്ട് വരുമായിരുന്നു. കാര്യം രേണുവിൻ്റെ സംസാര രീതിയാണെങ്കിലും ഒത്തിരി മാറി, രേണു ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേ എല്ലാവരും പറഞ്ഞു ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് നല്ല മാറ്റമുണ്ട്, അവരൊരുപാട് മാറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രേണുവിന് പോസിറ്റീവായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരി രേണുവിൻ്റെ വീട്ടിലോട്ട് എഴുന്നള്ളി ചെല്ലുന്നത്. അവിടെ ചെന്നേച്ച് ആ വീടിനെ പറ്റി അതിനെപ്പറ്റി ആ ഒരു വിഷയം ആദ്യമേ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ഇതായിട്ട് രേണുവിന് ഭയങ്കര നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന സമയം അതെല്ലാം ഒന്ന് മാറി വന്നതായിരുന്നു. വന്നപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി അത് വീണ്ടും എടുത്തിട്ട് കൊടുത്തു. രേണു അതിൻ്റെ കൂടെ തന്നെ അങ്ങ് താളം തുള്ളിക്കൊടുത്തു. വീണ്ടും രേണു ഏറി കയറി. അത് കഴിഞ്ഞ് രേണുവിന് പിന്നെ ഏറി നിറങ്ങേണ്ടി വന്നിട്ടേ ഇല്ല. അവർ മാന്യമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. റിയാക്ഷൻ മീഡിയക്കാരൊക്കെ അവരെ എടുത്തിട്ട് അങ്ങനെ വലിയ അലക്കലക്കില്ലാതെ മാന്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവർ ഈ പണി കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഇവരിത് കാണിച്ചു കൊടുത്തു, അവരെ ശരിക്കും അവരെ നെഗറ്റീവ് അടിച്ചു കൊടുത്തു. അതാണ് ഈ രേണുവിൻ്റെ ആത്മാർത്ഥ സുഹൃത്താന്ന് പറയുന്നത് ശാരിക കാണിച്ച പരിപാടി. ശാരികയുടെ ഒക്കെ വിചാരം എന്നാന്ന് വെച്ചാൽ ശാരികയൊക്കെ അതുകൊണ്ട് വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നലാണേ. എന്നുവെച്ചാൽ ഭയങ്കര സംഭവമാണ്, ഞാനാണ് വലിയ ആള്, എന്നെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല. ഇവർ സത്യം പറഞ്ഞാൽ ഈ വാചടിക്കുന്ന കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഡയലോഗടിയാണ്. ആ ഒരു വ്യക്തിയെ, ആ ഒരു സംഭവത്തെ, ആ ഒരു പ്രസ്ഥാനത്തെ, ആ ഒരു അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നൊരു കാര്യം. ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാർ പല രീതിക്ക് വ്യാഖ്യാനിച്ച് പറയുന്നത്. ഒറ്റയൊരു വാക്കാണ് പറയുന്നത്. ആ ഒരു വ്യക്തി എന്നുള്ളതാണ്, പിന്നെ ആ ഒരു സംഭവം, ആ ഒരാളെ, ആ ഒരു ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പുള്ളിക്കാരി വലിച്ചു നീട്ടി അങ്ങ് കൊണ്ടുപോകാണ് ചെയ്യുന്നത്. എന്നാണേലും പുള്ളിക്കാരി ചാനൽ തുടങ്ങിയപ്പോഴേ രേണുവിൻ്റെ കാര്യം എടുത്ത് നന്നായി. നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ ഇവരെ തെറുത്താത്താന്നാണ് വിളിക്കുന്നത്. അവരുടെ വീഡിയോ ഞാൻ കണ്ടു, ഒരു 7 മണിക്കൂർ പോയിട്ടൊരു വീഡിയോ ആണ്, വേറൊന്നുമല്ല. ഞാൻ വിഷയം ഇതാ അവസാനിപ്പിക്കുന്നു. ഫൈനൽ വീഡിയോ ഓഫ് രേണുസുതിയെ കുറിച്ച് അവർ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന അവസാനത്തെ വീഡിയോ ആണ് എന്നാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി, ഓ പാവം രേണു, നീ രക്ഷപ്പെട്ടല്ലോ. ഇനി ഒരു പക്ഷേ ഇനി നിന്റെ ജീവിതം ഇങ്ങനെ പിച്ചി ചീന്താൻ വരാൻ, പുറകെ വന്ന് കടിച്ചു കീറാൻ, അതായത് പേപ്പട്ടിയേക്കാളും മാരകമായ മനസ്സുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ചാനൽ ഉണ്ടാക്കി ഒരു ക്യാമറയും തുറത്ത് വെച്ചുകൊണ്ട് എന്തും പറയാൻ, കൾച്ചർ ഇല്ലാത്ത എന്തും പറയാൻ തരം താണ ഒരു വ്യക്തി ഇനി ഇല്ല, ഇനി തന്റെ പുറകെ വരില്ല. അത് സന്തോഷ വാർത്തയല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഈ ദിവസം തന്നെയാണ് ഞാൻ രേണുസുതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടി പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത്, വേറൊന്നുമല്ല. ഞാൻ ആരെയും ഇവിടെ പേരെടുത്ത് ഒറ്റയാളെ ഞാൻ ഈ തെറുത്താത്താന്ന് പോലും ഞാൻ പറയാനുള്ള റീസൺ, എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല ഇവരുടെ സംസാരം വിഡോ, പവർഫുൾ ലേഡി, ഇങ്ങനെ ആ ഒരു ഡയലോഗ് ഒരാളെ തന്നെ പല ഇതിലങ്ങ് ഇവരങ്ങ് വ്യാഖ്യാനിക്കും. എനിക്കിത് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷെബീന ബിബി ഈ ഒരു സംഭവം നിർത്തി എന്ന് പറഞ്ഞ് അവർ വേറെ കണ്ടന്റ് എടുത്ത് വേറെ കാര്യങ്ങൾ അവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ മര്യാദയ്ക്ക് പോകുന്ന സമയത്താണ് ഈ സജിനയാണ് കഴിഞ്ഞ പ്രാവശ്യം അവരിത് നിർത്തി, ഇനി ഇതിലേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയ സമയത്ത് സജിന മറ്റേ പോസ്റ്റും കാര്യങ്ങളും ഇടുകയും ഇവർ ഓരോന്ന് പറയുകയും ചെയ്തപ്പോഴാണ് ഈ രേണുവിൻ്റെ ചാറ്റും കാര്യങ്ങളും ഒക്കെ പുറത്ത് വന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നു. ഇല്ല, അതൊന്നും പുറത്ത് വരികയില്ലായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊന്നും എടുത്ത് ഞാൻ പുറത്തിടാൻ തയ്യാറല്ല, ഞാൻ തയ്യാറാകുന്നില്ല, പക്ഷെങ്കിൽ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ പലപ്പോഴും ഒഴിവായി പോകുന്നത്. പക്ഷെ അവരെ സമ്മതിക്കത്തില്ല. അവരെ വീണ്ടും അടുത്തെടുത്ത് അങ്ങനെയാണ് ഈ രേണു ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആണല്ലോ. രേണു ഇപ്പോൾ ആവശ്യമില്ലാതെ ഓൺലൈൻ മീഡിയയിലൂടെയുള്ള കാര്യങ്ങളൊന്നും വരുന്നത് വർക്കൊന്നും ഇല്ലെന്ന് തോന്നും, അതുകൊണ്ടാണെന്ന് തോന്നും. അതുപോലെ തന്നെ കുറേ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പുള്ളിക്കാരി സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു, വീട്ടിൽ തന്നെയാണെന്ന് തോന്നിയിരിപ്പോൾ. കുറേ റീൽസ് വരുന്നതല്ലാതെ മറ്റു കാര്യങ്ങളും പിന്നെ പഴയ കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് അങ്ങനെ ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല. അവർ മൗനമായിട്ടാണ് ഇരിക്കുന്നത്. അവർ പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു പങ്ക് കാണും, അവർക്ക് കാണാം, ഇല്ലായിരിക്കാം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്ന് മാത്രമേ. കാര്യം നമുക്ക് അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള തെളിവൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും വന്ന് പറഞ്ഞ് നമ്മുടെ ഷെബീന ബിബിയുടെ ചാനലിനകത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ മൗനമായിട്ടിരിക്കുന്നത്. അവർ മൗനമായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ വന്നേച്ച് സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവരെ വീണ്ടും വലിച്ചു കീറാനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? രേണുവിൻ്റെ കൈ തെറ്റുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരുടെ കയ്യിലുള്ളത് കൊള്ളരുതായ്മ, അങ്ങേ അറ്റത്തെ കൊള്ളരുതായ്മകളാണ് അവരുടെ കയ്യിലുള്ളത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത പോലുണ്ട്. പക്ഷേ അവരൊന്ന് ഒതുങ്ങുന്നെന്ന് അറിയുമ്പോഴത്തേക്ക് അവരെ വീണ്ടും വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇവരൊക്കെ തന്നെയല്ലേ? ശാരിയപ്പോൾ പറഞ്ഞു അവർ നിർത്തിയിട്ട് പോയി, രേണു രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് വിചാരിച്ച് ഇനിയും വലിച്ചു കീറാൻ. സത്യം പറഞ്ഞാൽ ഷെബീന ബിബി അല്ല ഇപ്പോൾ അവരെ വലിച്ചു കീറുന്നത്, നിങ്ങളാണ് അവരെ വലിച്ചു കീറുന്നത്. നിങ്ങൾ അവരെ വെളുപ്പിക്കാനും അവർക്ക് സപ്പോർട്ടെന്ന് പറഞ്ഞ് വന്ന് പറയുന്ന കാര്യങ്ങൾ മൊത്തം അവർക്ക് എതിരായിട്ടാണ് തോന്നുന്നത്, അവർക്ക് അനുകൂലമായിട്ട് തോന്നില്ല. ഒരാൾ നിർത്തിപ്പോയി, ഷെബീന ബിബിയുടെ കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ട്.
അവരുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ ചെന്നാലേ അവർ ഇങ്ങോട്ട് വരത്തുള്ളൂ. അല്ലാതെ പിന്നെ അവർ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രേണുവിനെ തകർക്കുന്ന മറ്റുള്ളവരാണ്. രേണുവിന് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഷെബീന ബേബി ഒരു കേസിൻ്റെ കാര്യം വന്നാൽ പോലും രേണുവിന് അതിൻ്റെ എല്ലാ വഴികളും അവരുടെ ചാനലത്ര തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ. അന്നേരം തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഈ രേണുവിനോട് പറയത്തക്കതായ വലിയ വൈരാഗ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവരെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഇവർക്കങ്ങ് ദേഷ്യവും വൈരാഗ്യവും കൂടുന്നത്. അത് രേണുവിനെ കൊണ്ട് മറ്റുള്ളവർ ഡയറക്റ്റായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് രേണു എന്ന് പറഞ്ഞാൽ സജിന തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഉന്തിത്തള്ളി കൊടുത്താലേ രേണു ഒരു കാര്യത്തിൽ പ്രതികരിക്കുള്ളൂ, ഇല്ലെങ്കിൽ രേണു മൗനമായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഉന്തിത്തള്ളി ആരൊക്കെയോ പ്രതികരിപ്പിച്ചതാണ് രേണു കിടന്ന് കാണിച്ചിട്ട് രേണു തന്നെ മേടിച്ച് കിട്ടിച്ചിരിക്കുന്നത്. ഈ സത്യസന്ധയുടെ നിറകുടമായ ഈ ശാരികയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വേറെ കാണിച്ചു തരാം. ഇനി ശാരികയുടെ ഭൂമിയും ഭൂതവും എല്ലാം തരയാനായിട്ട് ഇനി ഷബീന ബേബി മിക്കവാറും പോകേണ്ടി വരും. കാര്യം അവരെ തൊണ്ട ചെല്ലുന്നവരടുത്തെല്ലാം അവർ അങ്ങനെയാണ് കാണിക്കുന്നത്. അവരുടെ ഭാവി ഭൂതങ്ങളെല്ലാം അവർ തിരഞ്ഞെടുത്ത് പബ്ലിക്കിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയായിരിക്കും ഞാനും ഒന്ന് അങ്ങനെ ഫെയിം ആകാമല്ലോ എന്നോർത്തായിരിക്കാം എല്ലാത്തിനാണ് ഇങ്ങനെ വൃത്തികേടുകളിലൂടെ ഫെയിം ആകുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്പം അവർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തുടങ്ങുമായിരുന്നെങ്കിൽ ഷെബീന ബീബി ആദ്യമേ ആയിട്ട് വോയിസ് രേണുവിനെതിരായിട്ടിട്ട വോയിസ് പുറത്ത് വന്ന സമയത്ത് ഇവർ രേണുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശക്തമായിട്ട് ഇവർ വരണമായിരുന്നു. ആ സമയത്തായിരുന്നു വരേണ്ടിയിരുന്നത്. ഇത് വോയിസും വന്നു, ചാറ്റും വന്നു, എല്ലാം പുറത്തുനിന്ന് ഷെബീന ബീബി രേണു ഒതുങ്ങി, രേണു സൈലൻ്റായി. ഷെബീന ബീബി പറഞ്ഞു ഞാൻ ഇനി ഒന്നിനുമില്ല, ഞാൻ നിർത്തുവാണിത്, എനിക്ക് എൻ്റെ വഴി എന്നും പറഞ്ഞുകൊണ്ട് അവർ എല്ലാം മടക്കി വെച്ച് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അയ്യോ പോകല്ലേ ഇങ്ങനെ തിരിച്ചു പോകാം കുറച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു വരുത്തുന്ന രീതിയാണ് ഇപ്പോൾ ഇവർ കാണിച്ചേക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനി അവർ നിന്റെ പുറകെ വരികയല്ല രേണു, നീ രക്ഷപ്പെട്ടു എന്ന് സമാധാനിച്ചെന്ന് പേപ്പട്ടിയെ പോലെ കടിച്ചു കീറാൻ വരികയല്ലെന്ന് പറഞ്ഞ് ഇതിലേക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളാണ് വന്നേക്കുന്നത്. അത് പോകരുത്, പേപ്പട്ടിയെ പോലെ കടിച്ചു കീറാനായിട്ട് നിങ്ങളാണ് വീണ്ടും വന്നേക്കുന്നത്. നിങ്ങൾക്കാണ് ആ പേര് കറക്റ്റായിട്ട് ചേരുന്നത്. അവരെയൊക്കെ സത്യം പറഞ്ഞാൽ രേണു എന്നിലൊക്കെ പറഞ്ഞിട്ടാണ് അവരൊക്കെ റിയാക്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളോട് രേണു എന്നാ കാണിച്ചിട്ടാണ് രേണുവിനെതിരെ നിങ്ങൾ ഇത്രയും ശക്തമായിട്ട് ഇങ്ങനെ ഒരു ഇതും കൊണ്ട് വന്നത്? നിങ്ങളുടെ പറച്ചിൽ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് പറയുന്നത്, പക്ഷേ നേരെ എതിരായിട്ടാണ്. നിങ്ങളുടെ മനസ്സിലിരിപ്പം അത് തന്നെ ആയിരിക്കാം. ഈ പ്രശ്നങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കരുത്. ഇത് വീണ്ടും 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 ഇങ്ങനെ ഷെബീന ബേബി ഇതിനെതിരെ ഇങ്ങനെ ഓരോന്നും കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. രേണു എത്രമാത്രം മോശമാകുമോ അത്രയും മോശമാകണം. അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം. എന്നിട്ട് നിങ്ങൾ വ്ളോഗേഴ്സിനെയും മറ്റവരെയും മറിച്ചവരെ ഷെബീന ബീബിയും മൊത്തത്തിൽ കമന്റ് ഇടുന്നവരെയും ഒക്കെ ആയിട്ട് നിങ്ങളങ്ങ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷേ എനിക്കറിയാം, ഷാരിയക്ക് അറിയാം. ഷാരിയക്കയുടെ ചുറ്റിനുമുള്ള ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിക്കുന്നുണ്ട്. ഒരു കൂട്ടപ്പരാതി, ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും സാധാരണ സെലിബ്രിറ്റികളും, ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതോടൊപ്പം ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ ഒരു പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളിലും എത്രയിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീബിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലെങ്കിലോ, ചിലപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടേ വെള്ളവും തിന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പേടിച്ചിട്ട് അവരുടെ സൗണ്ടിലും അവരുടെ ഭാവത്തിലൊക്കെ പതിവില്ലാത്തൊരു വിനയം എനിക്ക് കാണാൻ സാധിച്ചു. അച്ചോടാ പാപം. പിന്നെ നിന്നെ അങ്ങ് പേടിച്ചിട്ട് അവർ കയറി പതുങ്ങിയിരിക്കുമല്ലേ? നിങ്ങൾ കൊടുത്തേക്കുന്ന കേസ് തുറന്നു, അതിൻ്റെ ഇരട്ടി തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ ഇവിടെങ്ങും അടങ്ങിയിരിക്കാനായിട്ട് ഇവന്മാരാരും സമ്മതിക്കുകയില്ല. അവരടങ്ങിയിരുന്നാലും പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ ഇത്രയൊക്കെ കാണിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിനകത്ത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇടാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഇതൊരു പക്ഷേ കേസ് ആവുകയാണെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു ചാനലിൽ കൊടുത്താൽ പോരെ ഈ കാര്യങ്ങളൊക്കെ? അതിലൂടെ വരികയില്ല ഈ കാര്യങ്ങളും. പിന്നെ ഇത് മുഴുവൻ പറഞ്ഞ് അവർ ഇതിനേക്കാൾ കൂടുതൽ നാറാൻ കിടക്കുമല്ലേ ചെയ്യുന്ന നേരം. എന്നാത്തിനാണ് നിങ്ങൾ വെറുതെ അവരെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്നതൊക്കെ കേട്ടതൊന്നും ഷെബീന ബീബി മാത്രമേ ഒച്ചയെടുത്തിട്ടുള്ളൂ, അവർക്കെതിരെ ആരും ഒന്നും മിണ്ടിയിട്ടില്ലെന്ന്. അവർക്കെതിരെ മിണ്ടിയത് മൊത്തം അവരുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അവരെ എന്നതെല്ലാം പറഞ്ഞാണ് അവരെ അപമാനിച്ചേക്കുന്നത്. അതേ നാണയത്തിൽ തന്നെ അവർ തിരിച്ചും കൊടുത്തു, അത്രയേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ടെന്ന് കൂടെ. ശാരിക പാവം. പിന്നെ ശാരിക അറിഞ്ഞില്ലേ, ജയിലിൽ ഇപ്പോൾ ഗോതമ്പുട്ടിയൊന്നും അല്ലെന്നേ, അവിടെയൊക്കെ നല്ല ഫുഡുകളാണ്, ഫുഡ്, സാലറി എല്ലാം ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവരാരും ഇനി വിഷമിച്ചല്ല പോകുന്നത്. നിങ്ങൾ ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. അതിനകത്ത് അവിടെ പോയി ഗോതമ്പുണ്ട തിന്നാന്ന്. ഇതൊക്കെ ആർക്കാണ് തിരിച്ചടി വരാൻ പോകുന്നതെന്നുള്ളത് കണ്ടറിയാം. വെറുതെ നിന്ന് ആ ഒരു പ്രശ്നം എങ്ങനെയും കരീഷ്മ ബുദ്ധിയുള്ളവളാണ്. കരീഷ്മ പറഞ്ഞ എന്നതാണ്, ഞാൻ നിങ്ങളുമായിട്ടൊരു പ്രശ്നമില്ല, എന്നെ വലിച്ചതിലേക്ക് ഇടരുന്ന്. അങ്ങനെ വിളിച്ച് അവരോട് പറഞ്ഞ് കരീഷ്മ അവിടെ ക്ലോസ് ചെയ്ത്. അല്ലാതെ കരീഷ്മ അതിനെതിരെ പോസ്റ്റ് ഇടാനല്ല വന്നത്. ഇത് ആരുടെ കളിയാന്നുള്ളത് കുറെ കഴിയുമ്പോൾ ഇതെല്ലാം പുറത്തു വരും. പാവ രേണുവിന്റെ മാനേജറെ വരെ വലിച്ചിട്ട വൃത്തികെട്ട ഒരു സ്ത്രീയാണ് ഇവര്. അവരെന്ത് വിളിച്ചു? അവരുടെ ജോലിയാണ് മാനേജർ ചെയ്തത്. അവരുടെ പേരും അവരുടെ വോയിസ് ചാറ്റും ഒക്കെ പുറത്തുവിട്ട് അത് അവസാനിപ്പിച്ചിരിക്കുന്നതും അന്തസ്സായിട്ടൊന്നും അല്ല. ഒരിക്കലും അവസാനിക്കരുത് എന്ന് കരുതി തീ കൊളുത്തി എന്താ പറയുക, പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിന്റെ ചരടും വലിച്ച് പലർക്കും ഇട്ട് കൊടുത്തിട്ടാണ് നിർത്താതെ അവസാനിപ്പിക്കുന്ന പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ സൈക്കോകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരിക്കലും അവർക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അവർക്ക് അതിന്റെ ഒരു ആർജ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും തീർത്താത്ത വളരെ സന്തോഷം. രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മാ പി തങ്കച്ചൻ ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ്
ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ചിരി വന്നതെന്നറിയാം, ഇവരുടെ കമൻസ് ഒരുപാട് ഞാൻ കണ്ടായിരുന്നേ. ഇവരുടെ കമൻസ് ഒരുപാട് കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഇവരുടെ മൊത്തം ഇവർക്ക് നെഗറ്റീവാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. ഇവർ ഈ പറയുന്നുണ്ടല്ലോ രേണുവിൻ്റെ വർക്ക് തുടരാതെ, അതിൻ്റെ താഴെയൊക്കെ വന്നിരിക്കുന്ന കമൻറ്റുകൾ രേണുവിൻ്റെ ഏത് വർക്ക് തുടങ്ങാനാണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രേണുവിൻ്റെ ഏത് വർക്കിനാണ് ഷബീന ബീബ എതിർത്ത് നിൽക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓഡിയൻസിന് മുഴുവൻ അറിയാവുന്നതാണ്. അല്ലാതെ രേണു ആൽബം ചെയ്യുന്നതിനോ രേണു അഭിനയിക്കുന്നതിനോ അതിനൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. രേണു എന്നാ കാണിക്കുന്നതാണോ എതിർത്ത് നിൽക്കുന്നത് ആ ഒരു വർക്ക് തുടങ്ങാൻ നല്ല ശാരിക ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ രേണുവിനെ ഇവർ വെള്ള പൂശുവാണോ അതോ ബ്ലാക്ക് അടിച്ച് മാറ്റി ഇങ്ങനെ ഒരു സൈഡിലോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുവാണോ ചെയ്യുന്നത്? അതുപോലെ തന്നെ കരീഷ്മയുടെ കാര്യം പറഞ്ഞു. കരീഷ്മ വന്നിച്ചത് പറഞ്ഞു തീർത്തു. കരീഷ്മയുടെ ഒക്കെ പേര് ഇത് വരാനുള്ള കാരണം ചില പോസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് കരീഷ്മയൊക്കെ ഇത് വരാനുള്ള കാര്യം. കരീഷ്മയാണ് ഇതിൻ്റെ പിന്നിൽ എന്നും പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അവരെ ഇട്ട് പറഞ്ഞ് അവരതിൽ നിന്ന് ഒഴിവായിപ്പോയി. അവരൊരു പോസ്റ്റിനും വന്നിട്ടില്ല. പിന്നെ ഷബീന ബീബി ഒരു സൈക്കോ ആണ് നിങ്ങൾ പറയുന്നു. അതിനൊക്കെ വലിയ സൈക്കോ ആണ് നിങ്ങൾ, എനിക്ക് തോന്നിയത്. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വിഷയം നിർത്തിയെടുത്തൊന്ന് വീണ്ടും തുടങ്ങാനായിട്ട് ഈ റിയാക്ഷൻ മീഡിയക്കാർക്ക് പോലും നിങ്ങളിപ്പോൾ ഇട്ട് കൊടുത്തില്ലേ ഇത് വീണ്ടും. ഇപ്പോൾ റിയാക്ഷൻ മീഡിയക്കാരാണെങ്കിലും അവരവരുടെ കാര്യം വേറെ മറ്റു കണ്ടന്റുകൾ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നു പറഞ്ഞാൽ നമ്മളെങ്ങനെ ഇവർ പറയുന്നത് മൊത്തത്തിലാണ്. റിയാക്ഷൻ മീഡിയക്കാരെയും പറയുന്നുണ്ട്, കമൻറ്റ് ഇടുന്നവരെയും പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ബാക്കി ആർക്കും വിവരവും ഇല്ല, ബോധവും ഇല്ല. ബാക്കി എല്ലാവരും പന്ന മനുഷ്യർ, നല്ലതായിട്ടുള്ളത് ശാരീരിക, പിന്നെ അതുപോലുള്ള കുറച്ച് ആൾക്കാർ മാത്രം നല്ല മനുഷ്യർ. ഈ ബാക്കി ഇത്രയും മനുഷ്യർ ഒരുപോലെ എതിർക്കുന്നത് എല്ലാവരും മോശക്കാരായിട്ടാണോ? എല്ലാവരും മോശക്കാരായിട്ടാണോ? മനുഷ്യർ കാണുന്നതാണ് എതിർക്കുന്നത്, കണ്ണി കാണുന്ന കാര്യങ്ങളാണ്. അല്ലാതെ വേറൊരാൾ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ വേറൊരാൾ കാണിക്കുന്നുണ്ടോ അല്ല ഈ രേണുവിനെ ആരും എതിർക്കുന്നത്. രേണു ഡയറക്റ്റായിട്ട് ഓരോ മനുഷ്യരുടെ മുന്നിൽ വന്ന് നടന്ന് കാണിക്കുന്ന വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടാണ് എതിർക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സൈക്കോ ആരാണ്? നിങ്ങൾ തന്നെയല്ലേ സൈക്കോ? നിങ്ങൾ അവർ നിർത്തിയെടുത്തുനിന്ന് അവരൊരു ചരട് നീട്ടിയിട്ട് കൊടുത്തു. ആ ചരടിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ കത്തിച്ചു തുടങ്ങി. ഇനി ഇതെടുത്ത് അടുത്ത് ബാക്കി അവർ പറയാൻ പറ്റത്തില്ലേ? അവർ പറയാൻ പറ്റുമ്പോഴത്തേക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കൊണ്ടായിരിക്കും അവർ വരുന്നത്. എന്താ പറയുക, ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞൊരു പ്രേതത്തെ പോലെ രേണുവിന്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. അതാണ് രേണുസുധിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പിന്നെ ഒരു രേണുസുധിയെ കുറിച്ച് പലരും പറയുന്നുണ്ട്. ശാരീരിക ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ ഒരു സെഗ്മെന്റിന്റെ ഒരു ഭാഗം ഞാൻ പബ്ലിഷ് ചെയ്തു. അയ്യോ ഇന്റർവ്യൂ ഇതൊന്നും അറിഞ്ഞില്ല, അവർ സബ്സ്ക്രിപ്ഷനിൽ തുണി അഴിച്ച് കാണിക്കുന്നു, തുണി പറിച്ചാടുന്നു എന്നുള്ള കുറെ ആരോപണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങൾ എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിന്റെ കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട് ജണ്ടുമാല ബൊക്കെ ഹാരങ്ങൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ രേണുസുധി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുക അവരുടെ തപ്പി നോക്കാൻ വല്ല ഉണ്ടോ ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഈ പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല എന്താ ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? ഈ ഒരു കാര്യം ഇവർ തന്നെ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബോഡി ഷെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അവരുടെ ശരീരത്തൊന്നുമില്ലാതെ. അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം ഫിറ്റിംഗ് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? അല്ലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് എല്ലാം ഫിറ്റിംഗ് ആണ്. പിന്നെ ഇപ്പോൾ ഈ ശാരിക പറഞ്ഞു അവരുടെ ശരീരത്തൊന്നുമില്ല എന്ന് പറയുന്നു. ഇതേ ഡയലോഗ് വേറൊരിടത്ത് നമ്മൾ കേട്ടായിരുന്നു. എവിടെയാണെന്ന് ഓർക്കുന്നുണ്ട് ആരെങ്കിലും? ഷബീന ബീബിയുടെ ചാനലിനത്രേ ഒരു സ്ത്രീ വന്ന് പറഞ്ഞായിരുന്നു. അവരും ആ തൊഴിൽ തന്നെ ചെയ്യുന്നതാണ്. അവർ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരോട് ഈ രേണു ചെന്നെടുത്ത ഒരാൾ വിവരിച്ചു കൊടുത്ത കാര്യമാണ് ഇപ്പം ഈ ശാരിക പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒന്നിനോട് സാമ്യം വരുന്ന കണ്ടോ? ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇവരൊക്കെ വെളുപ്പിക്കാൻ വരുന്നതാണ്. പക്ഷെ ആ വെളുപ്പിക്കലല്ല അവിടെ നടക്കുന്നത്. പിന്നെ ഓരോ ഉദ്ഘാടനത്തിന് വരുന്ന കാര്യം പറഞ്ഞു ഓരോരുത്തരും. അങ്ങനെ വരുന്നവരൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ലേ? എന്നതെല്ലാം പറഞ്ഞേക്കുന്നു. എത്രമാത്രം ബോഡി ഷെയിം ചെയ്തേക്കുന്നു, എത്രമാത്രം വലിച്ചേറി ഒട്ടിച്ചേക്കുന്നു. ലാസ്റ്റ് അവർ കരഞ്ഞോണ്ട് വരെ വന്നിട്ടില്ലേ? അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. രേണുവിന് മാത്രമല്ല, നിങ്ങളുടെ വർത്തമാനം കേട്ടതൊന്നും രേണുവിനെ മാത്രമേ ഉള്ളൂ ഈ ഓഡിയൻസ് ആണേലും ഈ റിയാക്ഷൻ പിടിക്കാനാണേലും പറയുന്നുള്ളത്. ഒരിക്കലുമല്ല, എല്ലാ മനുഷ്യരെയും പറയുന്നുണ്ട്, എല്ലാ ആൾക്കാരെയും. അത് അവരുടെ സ്വന്തം ചാനലുകളിൽ ഇടുന്ന കാര്യങ്ങൾക്കൊന്നും ആരും എതിർക്കാൻ പോകുന്നില്ല. അവർ അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ഞാൻ ഈ രേണു ഈ പെയ്ഡ് ചെയ്യുന്നതിനകത്തുനിന്നുള്ള കാര്യത്തിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. അതിനകത്ത് അവർ എന്നാന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അത് പുറത്തേക്ക് വരുന്നില്ല. പിന്നെ അതിനകത്ത് പോയി കയറി അനുഭവിക്കാൻ പോകുന്നവർ പോയി അനുഭവിച്ചു വരട്ടെ, അത്രേ ഉള്ളൂ. പൈസ മുടക്കി പോകുന്നവർ അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ പബ്ലിക്കായിട്ട് വന്നേച്ച് ഇവർ ഒരൊറ്റ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ ഒരു 100 ചാനലുകാർ അതിടുന്നുണ്ട്. 100 സൈസിൽ അതിടുന്നത്. അവർ കുനിഞ്ഞു നിൽക്കുന്നു, നിവർന്ന് നിൽക്കുന്നു, കിടക്കുന്നു. പിന്നെ ഇവരുടെ വായിൽ നിന്ന് വരുന്ന അസഭ്യങ്ങൾ, ഡബിൾ മീനിങ് കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് എതിർക്കുന്നത്. അങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ ഇവർ പബ്ലിക്കായിട്ട് വന്നേച്ച് ഇവരുടെ ഇതിലേക്ക് ആൾ പോര് സപ്പോർട്ട് ചെയ്യണം, അതിനകത്ത് നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണാമെന്നും പറഞ്ഞ് ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ്
എന്നിട്ട് ഇവർ പറയുന്നതിനാ ഞാനൊരു വിധവ 2 കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് കൊല്ലസുതിയുടെ ഭാര്യ സുതിച്ചേട്ടന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് മറ്റേ മറിച്ച് ഈ ഒരു ഷോയും കൂടെ കാണുമ്പോഴാണ് ആൾക്കാർ എതിർക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിർക്കാൻ വരുന്നില്ല. കാര്യം അവർ ലെവലിലല്ല വരുന്നത്. അവർ സ്വന്തമായിട്ട് വന്നേച്ചുകൊണ്ട് തോന്നിയ ദിവസം കാണിച്ചു പോകുന്നതാണ്. പബ്ലിക്കിലേക്ക് അവർ ഒരുപാട് വരുന്നില്ല. അതുകൊണ്ടാണ് കൂടുതലും. പിന്നെ ഈ ശാരിക ഇത്രയെല്ലാം ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. കുറച്ച് നാൾ മുമ്പേ ഒരു 10 മാസം ഒരു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഉള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അന്ന് ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് കേട്ട് നോക്കാം. ഇപ്പം ഈ തത്വം പറയുന്ന ശാരിക അന്ന് അടിച്ച ഡയലോഗ് കേട്ടിട്ട് ഞാൻ പോലും ഈ പെണ്ണുപിള്ളെ വെറുത്തു പോയതാണ്. കാര്യം രേണുവിൻ്റെ കാര്യങ്ങളോട് അന്നൊന്നും എനിക്ക് ഇത്ര വലിയ വിയോജിപ്പില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ രേണു ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന അന്ന് ഇത്രയും കിടന്ന് ഇളകി മറിയുന്നുമില്ലായിരുന്നു രേണു. കുറച്ച് ഒതുക്കം ഉണ്ടായിരുന്നു അവർ ജീവിക്കാൻ വേണ്ടി കിടന്ന്. അന്നൊക്കെ എനിക്ക് കഷ്ടം തോന്നി. ഒരു പെണ്ണിനെ ഇത്രയും മോശമായിട്ട് എങ്ങനെ പറയാം. അത് കഴിഞ്ഞാണ് രേണു ഇത്രയും വഷളായി തുടങ്ങിയത്. അതിനുമ്പ് ഈ ശാരിക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാവേ. ഈ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ആള് മിമിക്രി ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഷോക്കായിട്ട് ഉണ്ടായ സംഭവമാണ്. അപ്പോൾ താങ്കൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് പലയിടത്തും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദേവി തങ്ങളുടെ പരിപാടികൾ നിർത്തിക്കൂടെ? അദ്ദേഹം മരിച്ചുപോയില്ലേ? സൗകര്യമില്ല. കാരണം എന്റെ കെട്ടിയവന്റെ ഫോട്ടോ അല്ലാതെ ഞാൻ വേറെ ആളുടെ കെട്ടിയവനാണെന്ന് പറഞ്ഞിട്ട് ഒരു കലാകാരനല്ലേ? കലാകാരനാണ്, എന്റെ ഹസ്ബൻഡാണ്. അത് കലാകാരൻ എന്നെ ഉപരി കലാകാരൻ ഞാൻ അദ്ദേഹത്തെ എന്റെ ഹസ്ബൻഡായിട്ട് കാണും. കലാകാരൻ ഞങ്ങളുടെ അസറ്റാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിച്ചില്ലെങ്കിൽ ആ കലാകാരൻ എങ്ങനെ ഉണ്ടാവും? കലാകാരൻ മരിച്ചിട്ട് 2 വർഷമായി. തിരിച്ചു വരില്ല. പക്ഷേ അദ്ദേഹത്തെ വെച്ച് താങ്കളുടെ പേര് കുപ്രസിദ്ധിയാണ്. ഫോട്ടോ ഉപയോഗിക്കുന്ന ലൈഫില് ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപേക്ഷിക്കായിരിക്കും. ചവിട്ടുകൊറ്റ എറിയുന്നല്ല പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കും. രേണു സുധി എന്നുള്ള പേര് ഉപേക്ഷിക്കും. ഞാൻ വേറെ ആളെ കെട്ടണം. ഇതുവരെ ഞാൻ ഫോട്ടോ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ സൂചിച്ചാന്റെ ഫോട്ടോ ചവിട്ടുകൊറ്റ ഞാൻ എറിയത്തില്ല. അത് എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. അത് അംഗീകരിക്കുന്ന ആളെ ഞാൻ കേട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. സത്യത്തിൽ ഈ കോമാളിത്തരങ്ങളൊക്കെ ഈ രേണു കാണിക്കുമ്പോൾ സുധിച്ചേട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അദ്ദേഹത്തിന് ആത്മാവ് വേദനിക്കത്തില്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവ് എന്തിനാണ് വേദനിക്കുന്നത്? ഞാൻ കോമാളിത്തരം കുപ്രസിദ്ധനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കലാകാരന്മാർ ഞാൻ പറഞ്ഞു. സംസാരം ഇതെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോ നടക്കുന്ന സംഭവങ്ങൾ, അതായത് ഈ ഇപ്പോഴുള്ള കുപ്രസിദ്ധി നേടിയ ജോലിയും താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലോ കാര്യങ്ങൾ പോകുന്നത്. അതോ ഇനി ഉദ്ദേശിക്കുന്ന തരത്തിലാണോ നമുക്ക് അറിയില്ല. ഉദ്ദേശിക്കുന്ന തരത്തിലല്ല പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്ക് പോകണമെന്ന് മനസ്സ് പറയുന്നുണ്ട്. ജോലി കിട്ടിയാൽ സന്തോഷം, സ്ഥിര വരുമാനം ഏറ്റവും നല്ലതാണ്. പക്ഷേ ഈ സൈഡിൽ കൂടെ എന്റെ പാഷൻസ്, ഇതൊക്കെ എന്റെ പാഷൻസ് ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. ജോലി തന്നെയല്ല, ഈ അഭിനയം എന്റെ പാഷൻ കൂടാണ്. സോ ഈ സൈഡിൽ കൂടെ എനിക്ക് അഭിനയം കിട്ടിയാൽ ഞാൻ അത് ചെയ്തിരിക്കും. അഭിനയം എന്ന് പറയുമ്പോൾ താങ്കൾ ഈ പാഷൻ എന്ന് പറഞ്ഞല്ലോ, ആ പാഷൻ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ താങ്കൾക്ക് ഇപ്പോൾ ഒരു തലയിൽ ചുമന്ന് വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഞാനായിട്ട് ചെയ്യുന്ന പാഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ അതിലൊരു സക്സസ് ആവുക. ഞാൻ സക്സസ്ഫുൾ ആണ്, എന്റെ മൈൻഡ് സക്സസ്ഫുൾ ആണ്, ഞാൻ ചെയ്യുന്ന എന്തും. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കേൾക്കുമ്പോൾ ചിരി വരും കേട്ടോ. കാര്യം ശാരിക ചോദിക്കുന്നതിന് നല്ല മറുപടി ഞാൻ രേണു കൊടുക്കുന്നത്, രേണുവിന് തിരിച്ച് ശാരിക കൊടുക്കുന്നതല്ല. ഇപ്പൊ ഈ പറയുന്ന നന്മമരം കുറച്ചുനാൾ മുന്നേ ഒരു പാവ സ്ത്രീയെ, ഒരു നിഷ്കളങ്കയായ ഒരു കലാകാരി, വളർന്നു വരുന്ന ഒരു വിധവയെ, ഭർത്താവ് മരിച്ച് 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവം വിധവയാണ് ഇവരെടുത്ത് വെച്ച് ഈ കുരിശിക്കേറ്റത്. ഈ ഡയലോഗ് അടിച്ച് അന്ന് നൊന്തില്ലായിരുന്നോ മോളെ നിന്റെ മനസ്സ്? അന്ന് നിനക്ക് വേദനിച്ചില്ലായിരുന്നോ? അന്ന് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അവരെ ഇത്രയായിട്ട്? അന്ന് രേണു ഒന്നും ആയിട്ടില്ല. രേണു ആയി കയറി വരുന്നതേ ഉള്ളൂ. ഈ ഒരു ഇന്റർവ്യൂയോട് കൂടി ശാരിക എനിക്കൊന്ന് 10 പേര് അറിയാൻ തുടങ്ങിയത് അങ്ങനെയായിരുന്നു തോന്നും, ഈ ഒരു ഇന്റർവ്യൂവിനോട് കൂടി. എന്നിട്ട് പുള്ളിക്കാർ പിന്നെ വന്നിട്ട് കുറെ വെളുപ്പിക്കലുണ്ടായിരുന്നു, ഞങ്ങളിത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ്. ഇവർ പറയുന്നത് ഇവർക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവർ ചോദിച്ചതെന്ന്. ഇവർക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, നിങ്ങൾ മറ്റാരെങ്കിലും കൊണ്ടെങ്കിലും ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചു, എന്നെ കൊണ്ട് പറ്റത്തില്ല അവരോട് ഇത് ചോദിക്കാനായിട്ട് എന്ന് പറയാമായിരുന്നല്ലോ. എന്നിട്ട് അന്ന് നിങ്ങൾ ഇത്രയും ഡയലോഗൊക്കെ അടിച്ചു വെച്ച് ഇപ്പോൾ വന്നെന്ന് വെച്ചങ്ങ് ഒലിപ്പീര് കണ്ടാൽ ആരും പൊട്ടരല്ല കേട്ടോ. റീച്ചിന് വേണ്ടി എന്തും കാണിക്കാം, പക്ഷെങ്കിൽ കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ ഉപയോഗിക്കരുത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ഭാഗത്ത് തന്നെയായിട്ട് നടന്നതാണ്. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടേച്ച് ബാക്കി നമുക്ക് ശാരിക പറയുന്നതിലേക്ക് പോകാം. കാര്യം ഇത് എന്നതാ മുതലെന്നുള്ളത് കണ്ടിട്ടില്ലാത്തവരും കൂടെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇനി കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ആരും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. വീട് തന്നിട്ടില്ല എന്ന് പറഞ്ഞ പ്രസ്താവന പിൻവലിക്കത്തില്ല. കാരണം എനിക്ക് വീട് തന്നിട്ടില്ല, സ്ഥലം തന്നിട്ടില്ല, ഒന്നും തന്നില്ല. എന്റെ പേരൊന്നുമില്ല, എന്റെ പേരിലല്ല, സുധിച്ചേട്ടന്റെ മക്കളുടെ പേരിലാണ് വീട് സ്ഥലം. അത് ഞാൻ സന്തോഷപൂർവ്വം അവർ അമ്മ ആയതുകൊണ്ട് അവിടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. രേണു കാര്യങ്ങൾ വളർത്തിക്കുന്നത്. രേണുവിന് വീട് തന്നു, രേണുവിന്റെ ഫാമിലി, രേണുവിന്റെ 2 മക്കൾ നടന്നു, സുധിക്ക് വീട് തന്നല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോഴും ഞാൻ അവിടെ താമസിക്കാനാണ് താമസിച്ചത്. ഇവിടെ ഇറക്കി വിട്, ഇവിടെ എന്തിനാണ് വീട്ടിൽ നിൽക്കുന്നത്? ഇവിടെ അതൊക്കെ എന്താണ് പറയുന്നത്? സുധിയുടെ ഭാര്യയല്ലേ രേണു? അപ്പൊ രേണു അങ്ങനെ എന്താണ് പറയുന്നത് ചോദിച്ചാൽ രേണുവിന്റെ ആ ഒരു നടത്തം ഈ കുപ്രസിദ്ധി അപ്പൊ ഈ കുപ്രസിദ്ധി ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ജീവിക്കുന്നില്ല, വീട്ടിൽ മക്കൾ ജീവിക്കുന്നില്ലേ? അവർക്കാക്കില്ല പ്രശ്നങ്ങൾ. അവരാരും ഒന്നും പറയുന്നില്ലോ, എന്നെ മാത്രം എന്ത് പറയുന്നു? എന്റെ സ്വന്തം എന്റെ പേരിൽ നിങ്ങൾ കൊല്ലം സുധിയുടെ ഭാര്യ. അപ്പൊ കൊല്ലം സുധിക്കുന്ന വീട് നിങ്ങളുടെ വീടല്ലേ? അതെങ്ങനെ ശരിയാവുന്നത്? കൊല്ലം സുധി മരിച്ചുപോയി ഇല്ലേ? സുധിച്ചേട്ടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വൈഫാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കും. എനിക്ക് വീട് തരിക എന്ന് പറഞ്ഞാൽ എന്റെ ഓരോരുത്തർ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ പേരാണോ വീട് എഴുതിയത്? ഇവിടെ കൊല്ലം സുധിയുടെ ഭാര്യയാണോ? ആണല്ലോ. അപ്പൊ പിന്നെ കൊല്ലം സുധിയുടെ പേര് തന്നെ വീട് നിങ്ങളുടെ എങ്ങനെ പേരോ പേരല്ല ചോദിക്കുന്നത്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ വീട് തരണമെങ്കിൽ കൊല്ലം സുധിക്ക് കൊടുത്ത വീടല്ലേ? രേണു സുധി അവിടെ വീട് തന്നു. കൊല്ലം സുധിക്ക് കൊടുത്ത വീടാണോ? കൊല്ലം സുധിക്ക് അല്ല കൊടുത്തത്, മക്കളെ കൊടുത്തത്. അത് മക്കളുടെ വീട് ഞാൻ പറയത്തുള്ളൂ. അത് നിങ്ങളുടെ വീടല്ലേ? ഞാനിവിടെ താമസിക്കുന്നത് മക്കളുടെ വീടാണ്, എന്റെ വീട് പറയാം. ഇനി താഴെ വന്ന് ഇവിടെ ഇറക്കി വിടും. അത് എന്തിനാ കേൾക്കുന്നത്? അല്ല, നിങ്ങളോട് ജോലിക്കാരിയാണോ? ജോലിക്കാരിയാണ്. കുഞ്ഞിന് അപ്പൊ കിച്ചു മൂത്ത മോനെ അവർ
ഒരു വീട്ടിൽ അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളറിയില്ലേ നിങ്ങൾ പരസ്പര ബന്ധമല്ല. ആധാരത്തിൽ എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്റെ പേരിലല്ലെന്ന്. ഞാൻ വീട് ചോദിക്കുകയാണ്, നിങ്ങൾ കൊല്ലസുര ഭാര്യയാണോ? തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെയാണ് കൊല്ലസുര വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത്? എന്റെ ശാരിക കൊല്ലസുതി ചേട്ടന്റെ മക്കൾക്കാണ് വീട് കൊടുത്തിരിക്കുന്നത്. കൊല്ലസുര മക്കളാണല്ലോ അവർ വീട് കൊടുത്തത്. പിന്നെ നിങ്ങൾ എന്ത് പോയി പറയുന്നത്? എന്റെ പേരാണോ വീട്? അല്ലല്ലോ. നിങ്ങൾ കൊല്ലം സുധിയുടെ മായെന്ന പേരല്ലേ അറിയപ്പെടുന്നത്? അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ കുഞ്ഞുങ്ങൾ അമ്മയല്ലേ? അത് ഞാൻ സമ്മതിച്ചില്ലല്ലോ. സമ്മതിക്കാൻ എനിക്ക് വീട്ടിലാണ് പറയുന്നത്, എന്റെ വീട്ടിലാണ് നിങ്ങൾ പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത്. എന്റെ പേരിൽ എഴുതി തന്നിട്ടില്ല ഒന്നും. കൊല്ലസുധിയെ നിങ്ങൾക്ക് പേര് എഴുതുന്നതാണോ? അല്ല, അതിന്റെ ഭർത്താവാണ്. അപ്പോൾ പിന്നെ കൊല്ലസുര ഭാര്യ നിലവിൽ അറിയപ്പെടുന്നത് കൊല്ലസുധിയാണ്. ഇനി ഞാൻ പറയാം, കൊല്ലം സുധി ചേട്ടൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ല. മനസ്സിലായി? നിങ്ങൾക്ക് കൊല്ലസുധിയുടെ അവകാശമുണ്ടോ? കൊല്ലസുധി നാളെ അവകാശം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അപ്പോൾ പേര് ഉപയോഗിക്കാനും ഫോട്ടോ വീട്ടിൽ അവകാശമില്ലേ? വീട്ടിൽ അവകാശമില്ല. അവകാശമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ വീടല്ല, എനിക്ക് ആരും എന്റെ പേര് എഴുതുന്നത് എന്റെ പേര് എഴുതി തന്നിട്ടില്ല. അത് ഞാൻ എവിടെ പറയും? അത് സത്യമല്ലേ? കൊല്ലസുര വസ്ത്രങ്ങൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? ഒരുപാട് വസ്ത്രങ്ങളില്ല, ഉള്ള 2-3 സൂക്ഷിച്ചു. അത് ആരുടെ അവകാശമുള്ളത്? എന്റെ അവകാശത്തിലുള്ളത്. അത് കസ്റ്റോഡിയനാണ്. ശരിയാണ് എഴുതി ആണോ? അപ്പോൾ പിന്നെ കൊല്ലസുര വീട് അങ്ങനെയല്ലേ? ശരിയാണ്. ഞാൻ അവരുടെ അമ്മയോട് ആ വീട് ഞാൻ താമസിക്കുന്നു. അപ്പോൾ എന്റെ വീട് പക്ഷേ എഴുതി തന്നിട്ടില്ലെന്ന് മാത്രമേ അമ്മയെ കാണുമ്പോൾ നിങ്ങൾ കൊല്ലസുര ഭാര്യയല്ലേ? ഭാര്യയുടെ അമ്മയാണത്. ഓക്കെ. ഒടുവിൽ നിങ്ങൾ സമ്മതിച്ചു നിങ്ങളുടെ വീടാണ്. എന്തായാലും എഴുതി കഴിഞ്ഞ ഹോസ്റ്റലിൽ വന്നിട്ട് പറഞ്ഞാൽ എന്റെ വീടല്ല. എന്തായാലും എന്റെ ഞങ്ങൾ വീടല്ല, അത് ഞാൻ ആധാരത്തിൽ എന്റെ വീടല്ല എന്നാണ് ഞാൻ പിന്നെ തുടങ്ങി. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ എഴുതി ഭാര്യ, എഴുതി സുധിയുടെ ഭാര്യയാണ്, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പോൾ നിങ്ങൾക്കല്ലേ അവകാശം? പിന്നെ എനിക്കാണ് അവകാശം. എന്നോടാണോ ചോദിക്കുന്നത്? അതാണ് ചോദിച്ചത്. എനിക്ക് അവകാശം പിള്ളേരെ നോക്കാൻ അവിടെ നിൽക്കുക, അത്രേ ഉള്ളൂ. അതെന്റെ ജോലിയാണ്. കൊല്ലസുര മക്കളിൽ നിങ്ങൾക്ക് അവകാശം ഉണ്ടോ? ഉണ്ടല്ലോ. 2 മക്കളുടെ അവകാശം. 2 മക്കളും പരിപൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ട്. പരിപൂർണ്ണ അവകാശമുണ്ട്. ഓക്കെ. അപ്പോൾ അവരുടെ വീട് കൊല്ലസുര മക്കൾക്ക് നൽകിയ വീട് നിങ്ങൾക്ക് അവകാശം ഇല്ലെങ്കിൽ അവകാശം ഇല്ലെങ്കിൽ അവകാശം ഞാൻ പറയുന്നത് എഴുതി തന്നില്ലായും. എന്നാലും മക്കളുടെ അമ്മയായതുകൊണ്ട് ഞാൻ അവിടെ താമസിക്കുന്നു. എത്ര നാൾ താമസിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയും നാൾ താമസിക്കും. എനിക്കിപ്പോൾ ചില സങ്കടം തോന്നുന്നുണ്ട്. ആ വീട് അംഗീകരിക്കാൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുമോ? ഒരിക്കലും മരിച്ചാലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് വീട് അംഗീകരിക്കാൻ? അംഗീകരിക്കുമല്ലോ. ഞാൻ ആ വീട്ടിൽ തന്നെ ഇന്നും ഞാൻ ആ വീട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നത്. എന്റെ വീടാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് പേരിൽ എന്റെ എഴുതി തന്നിട്ടില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പിള്ളേർ അതെനിക്ക് സന്തോഷമുള്ളൂ. 2 മക്കളുടെ പേരാണ് എഴുതി കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താ സത്യത്തിൽ നമുക്ക് ഇത് കേൾക്കുമ്പം ഓർമ്മ വരുന്ന ഏതെന്നറിയാം, നമ്മൾ ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ട്, കൊച്ചിൻ കനിഫയും ജഗദീഷും കൂടെ, താക്കോൽ എവിടെ വെച്ചു നീ എന്ന് ചോദിക്കുന്നൊരിതുണ്ട്. അന്നേരം പറയാം അതിൻ്റെ അടുത്ത് വെച്ച്, ആ ഒരു പറയുന്ന രീതിയാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഇതിപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കരുത്. ഇതിൻ്റെ ഇടയ്ക്ക് രേണു പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊന്ന് ക്ലിയറും കൂടെ ചെയ്തേച്ച് നമുക്കങ്ങ് പോകാം. രേണു പറയുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതൽ തോന്നിയാസം കാണിക്കുന്നുണ്ട്, അവരോടൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആരും പറയുന്നില്ലെന്ന്. അത് അവർക്ക് ആർക്കും ദാനം കിട്ടിയ വീടുകളല്ലത്. അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതോ ഇല്ലെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ വീടോ അല്ലെങ്കിൽ അങ്ങനെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത വീടുകളായിരിക്കും. ഇപ്പം രേണു താമസിക്കുന്നത് മറ്റുള്ളവരുടെ ഔദാര്യത്തിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരുപാട് നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, നിങ്ങൾക്ക് വീടില്ല, അങ്ങനെ ഒരുപാട് നന്മ മനസ്സോടുകൂടി കുറേ പേര് കൂടി ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയാണ് നിങ്ങളുടെ വീടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനകത്തുനിന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്ന പല കാര്യങ്ങളും ശാരികയ്ക്ക് തൃപ്തിയായിട്ട് തന്നെ ശാരിക ചോദിക്കുന്നതാണ്. ആ ശാരികയാണ് ഇപ്പോൾ വന്നിച്ച് ഡയലോഗ് അടിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഇതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ട് ഇതിൻ്റെ, അത് കേട്ട് കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ പൊന്നോ, നമ്മളെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിലും വിചാരിക്കും ദൈവമേ എൻ്റെ ഉടലോടെ അങ്ങ് എടുത്തേക്കണേന്ന് വിചാരിക്കും. അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അത്രയ്ക്കും മോശമായിട്ട്. മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. അല്ലാതെ രേണുസുധ മാത്രം അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ പുറകെ മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. എല്ലാവരെയും നിങ്ങൾ കുറ്റം പറയുന്നേ. എന്നെ അന്തസ്സായിട്ട് ഒന്ന് സംസാരിക്കും. ഇവിടെ നാട്ടുകാരെ വിട്ടേക്ക്. ഈ വ്ളോഗേഴ്സ് ആണല്ലോ ഇതിന്റെ പുറകെ നടക്കുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂട്ടത്തിൽ സീസൺ 7 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സീസൺ 7 മുമ്പുണ്ടായിരുന്ന സീസണുകളിലെ പല കണ്ടസ്റ്റന്റുകളും ക്ലീവേജും വയറും ബാക്കും തൈസും ബിക്കിനിയും ഒക്കെ ഇട്ട് കഥാപ്രദർശനം നടത്തുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം. അവർക്കൊന്നും ഇല്ലാത്ത എന്താണ് രേണുസുധിയിൽ നിങ്ങൾ കണ്ട കുറവ്, കുറ്റം? അവരാരെയും നിങ്ങൾ എന്താ പറയുന്നത് ഒന്നും പറയുന്നില്ല. ഒരു സാധനം അവരെ കുറിച്ച് ക്രിറ്റിസിസമോ മോശം വാക്കുകളോ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ ചാരിത്രമോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ രേണുസുധി മാത്രം ഒന്നിച്ചിരി പൊക്കിയാൽ, ഒന്ന് പാവാട പൊക്കിയാൽ, ഒത്തിരി ക്ലീവേജ് അറ്റം കാണിച്ചാൽ, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ഒരു കുട്ടിനിക്കർ ഇട്ടാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. രേണുസുധി മാത്രമാണോ അവർ ചോദിക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരേ ഒരു വ്യക്തി? അല്ലല്ലോ, ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. രേണുസുധി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവളൊരു കുലസ്ത്രീയാണെന്ന്? പറഞ്ഞിട്ടില്ല. എങ്ങനെ ചിരിക്കാതിരിക്കും? രേണുസുധി പറഞ്ഞിട്ടില്ല എങ്കിലും കുലസ്ത്രീ. അപ്പോൾ ഒരു മോശം സ്ത്രീ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അവരൊരു മോശം സ്ത്രീ എന്നല്ലേ നിങ്ങളപ്പോൾ പറഞ്ഞു വരുന്നത്? കുലസ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നതാണ് മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ട് നടക്കുന്നതും മാന്യമായിട്ട് ജീവിക്കുന്നവരെയാണ് ഈ കുലസ്ത്രീകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്ന് രേണു എങ്ങും പറഞ്ഞിട്ടില്ല. ഇതാ പറഞ്ഞത്, ഇവരൊക്കെ വെളുപ്പിക്കാൻ വരും ഒരു സൈഡിൽ നിന്ന്. ആ വെളുപ്പിച്ച് കൊണ്ടുവന്ന അവസാനം ഉണ്ടല്ലോ, അത് കുളവാക്കി കൈ കൊടുത്തേച്ചാണ് ഇവരൊക്കെ പോകുന്നത്. അത് കാണുമ്പോഴാണ് നമുക്ക് ചിരിയും വരുന്നത്. ഇതിനൊക്കെ പേരുന്ന റിയാക്ഷൻ വീഡിയോക്കാർ തന്നെയാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ സൂപ്പിക്കുകയെന്നും പറഞ്ഞേച്ച് ഒരു സൈഡിൽ കൂടെ അവർക്ക് പണി കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് വന്ന് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അവരെ സൂപ്പിച്ച് തല വെച്ചതിന് ശേഷം അവർക്കിട്ട് പണി കൊടുക്കുകയല്ല ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോക്കാർ. പിന്നെ കമൻറ്റിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നവർ, നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലവരായ മനുഷ്യർ. നിങ്ങളുടെ ആ വീഡിയോയുടെ താഴത്തെ കമൻറ്റുകളൊന്ന് നോക്കണം കേട്ടോ. ഞാൻ കുറേ കമൻറ്റൊക്കെ വായിച്ചു, എനിക്ക് അതുപോലെ ചിരിയും കൂടെ വന്നു. നിങ്ങളെ എടുത്തിട്ടങ്ങ് അലക്കിയേക്കുവാണ് ആ കമൻറ്റ്. 1-2 കമൻറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക്, ബാക്കി മൊത്തം നിങ്ങൾക്ക് നെഗറ്റീവാണ് വന്നേക്കുന്നത്. ഭയങ്കര നെഗറ്റീവാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. എന്നിട്ടും പറയുന്നു ബാക്കി എല്ലാവരും സപ്പോർട്ട്. പിന്നെ ഈ മൊത്തം മലയാളികൾക്ക് വിവരം ഉണ്ടോ? നിങ്ങൾ മലയാളിയല്ലേ, നിങ്ങൾക്കൊരു ശകലം പോലും വിവരം ഇല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പരിപാടി കൊണ്ട് വന്നത്. എന്നിട്ട് നിങ്ങൾ മൊത്തം മലയാളികളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് വിവരം ഉണ്ടോയെന്ന്. എനിക്കതല്ല ഇഷ്ടപ്പെട്ടത് ഇവർ കൊണ്ടുവന്ന കാര്യത്തിൽ. ഈ ഒരു വീഡിയോയ്ക്കകത്ത് രേണുവിൻ്റെ ബോഡിയെ പറ്റി പറഞ്ഞതും പിന്നെ കുലസ്ത്രീ അല്ലാന്ന് പറഞ്ഞതും ഒക്കെ കേട്ടിട്ടാണ് ചിരി വരുന്നത്. ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ എന്നതാണ് അപമാനിക്കാനായിട്ടുള്ളത്?
അവരെ വീണ്ടും ഏറിക്കയറ്റുന്ന കാര്യങ്ങളല്ലേ കൊടുത്തത്. പിന്നെ ഇവർ ഈ പറഞ്ഞ് നിർത്തിയേക്കുന്നത് ഷെബീന ബീവിനെ ആണ് അവർ കൂടുതലും പറഞ്ഞേക്കുന്നത്. പക്ഷേങ്കിൽ ഷെബീന ബീബി മാത്രമല്ല, എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് രേണുവിൻ്റെ വീഡിയോ. എല്ലാ മനുഷ്യരും റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും മിണ്ടിയിട്ടില്ല. കാര്യം എന്നാണെന്നറിയോ? ഷെബീന ബീബിയെ ചൊറിഞ്ഞാലേ ഷെബീന ബീബി പ്രതികരിക്കുള്ളൂ എന്നറിയാം. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ മനു ആണെങ്കിലും വിവി ആണെങ്കിലും അതുപോലെ തന്നെ ദേവ്, പിന്നെ അതുൽ, ഡാനി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തട്ടിവിടത്തേ ഉള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവർക്കറിയാം ഒത്തിരി ഇതായി പോയി കഴിഞ്ഞാൽ ഇവരുടെ അടുത്തോട്ട് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കേസാവും എന്നറിയാം, ആണുങ്ങൾ പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവരെല്ലാം ചെറുതായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത്. അവർക്കൊക്കെ പറയാനറിയാൻ മേലഞ്ഞിട്ടല്ല അനന്തു ഇവരൊക്കെ വന്നിച്ച് പറയുന്നത്. കാര്യം ഇപ്പം മനുവിനെ തന്നെയാണല്ലോ ശ്രീതു വീണ്ടും എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. മനു അത് അനങ്ങാതിരിക്കുന്നതെന്നു ചോദിച്ചാൽ അവിടെ അങ്ങ് തീരട്ടെ. ഇനി മനു എടുത്ത് പറയുമ്പോഴാണ് വീണ്ടും ശ്രീതു അതെടുക്കാൻ വരുന്നത്. ഇങ്ങനെ ഇത് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് അത് ഭയന്നിട്ടോ അല്ലെങ്കിൽ അത് തിരിച്ച് മറുപടി പറയാനില്ലാഞ്ഞിട്ടോ അല്ല മനു അനങ്ങാതിരിക്കുന്നത്. മനു മനഃപൂർവ്വം അനങ്ങാതിരിക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ മനു വീണ്ടും പറഞ്ഞു കഴിയുമ്പം ഇവർ പറയും. പിന്നെ എപ്പോഴാണെന്ന് അറിയത്തില്ല, നമുക്ക് കരി കയറുമ്പം ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ പിടിവിട്ട് പോകും. മനുഷ്യരാണ് എല്ലാവരും. അതുകൊണ്ടാണ് മനു ആദ്യമേ റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. ഓരോരുത്തരും മനുവിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടാണ് മനു റിയാക്ട് ചെയ്തത്. അപ്പം അത് അവിടെ കൊണ്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മനു എന്നെ പ്രതികരിക്കാതിരിക്കുന്നത്. അതൊക്കെ ഇവരുടെ വിചാരം എന്നറിയാം, ഭയന്നിട്ടാണെന്നാണ്. ഭയന്നിട്ടല്ല. കാര്യം നിങ്ങളെപ്പോലെ തരം താഴം വയ്യാത്തതുകൊണ്ടാണ് പലരും പല കാര്യങ്ങളും കണ്ടില്ല എന്നടിക്കുന്നത്. ഇതിപ്പം ശാരിയെ വന്ന് വെളുപ്പിക്കാൻ വന്നാണ്. രേണുവിന് ഇതിൽ കൂടുതൽ അപമാനം ഇനി വേറെ ഒന്നും കിട്ടാനില്ല. ഇനി അടുത്തത് ഇവർ പറഞ്ഞല്ലോ, ഇവർ ഷെബീന ബീബി നിർത്തിച്ച് പോയതിൻ്റെ തുമ്പത്ത് ഒരു തീ കൊളുത്തി ഇവർ വിട്ടു. ഇവരാ തീ കൊളുത്തി വിട്ടത് അത് ആളിക്കത്തി കഴിയുമ്പോഴത്തേക്ക് ഷെബീന ബീബി വീണ്ടും ഇതെടുക്കും. ഇനി എന്നതെങ്കിലുമൊക്കെ തെളിവ് അവർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട. അവർക്ക് ഈ കേസും കാര്യങ്ങളും ഒന്നും ഒരു പുത്തരിയേ അല്ല. അവർ ഏത് കാര്യങ്ങൾ വരുമ്പോഴും അതിന് കേസ് ഉണ്ടാകും, പ്രശ്നമുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലാതെ അവർ പേടിച്ച് ഭയന്നല്ല അവർ നിൽക്കുന്നത്. പിന്നെ അവരൊരു കാര്യം ഇത്രയും പരസ്യമായിട്ട് കൊണ്ടുവന്നിടണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തെളിവ് അവരുടെ കയ്യിൽ ശേഖരിച്ച് അവർ വെച്ചേക്കുന്നതുകൊണ്ടാണ്. അവർ പറയുന്നുണ്ടല്ലോ, സ്റ്റേഷനിൽ ഞാൻ വരാം, തെളിവുകൾ തരാം, എനിക്കൊരു മടിയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ചിലപ്പോൾ വരികയല്ല. ഇവരെല്ലാം കൂടെ തോണ്ടി ഇത് പ്രശ്നങ്ങൾ വഷളാക്കി ലാസ്റ്റ് അവർ പരാതിയും കൊണ്ട് പോയി കഴിയുമ്പോൾ ഇവർ ഈ തെളിവ് മൊത്തം കൊണ്ട് കൊടുക്കും. ഈ കൊടുക്കുമ്പം സ്റ്റേഷനിൽ മുഴുവൻ തെളിവും കൊടുക്കുന്ന അതുപോലെ തന്നെ ഒരു കാര്യം ഇവരുടെ കയ്യിലും കാണാം. അത് കൊടുക്കുന്ന അതേപോലെ തന്നെ ഇവരുടെ കയ്യിലും കാണും. അത് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഇവർ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ കത്തി കയറത്തേ ഉള്ളൂ. രേണു ഇതിനേക്കാൾ അപമാനിക്കപ്പെടുകയും ഇപ്പം തന്നെ രേണുവിൻ്റെ കൂടെ അഭിനയിക്കാൻ ആൾക്കാരില്ലാതായിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെയും വിളിച്ചിട്ട് വന്നില്ല എന്ന് രേണുവിൻ്റെ വായും തന്നെയാണ് വന്നത്. അവർക്കൊക്കെ ഉയർന്നു പോകാൻ എന്നെ വേണം, ഇപ്പം അവർക്ക് എന്നെ വേണ്ട എന്നുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പം രേണു തന്നെ വയലൻ്റ് ആകുന്നുണ്ട് പല സമയത്ത്. കാര്യം അവരെ തന്നെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം അവരുടെ കൈവിട്ട് പോയി കാര്യങ്ങൾ. അതുകൊണ്ടാണ് അത് നിങ്ങൾ കാരണം കൊണ്ട് തന്നെയല്ല, നിങ്ങളുടെ കൂടെയുള്ളവരും കൂടെ കാരണം കൊണ്ടാണ് ഇത്രയും കൈവിട്ട് പോയത്. അതിൻ്റെ ബാക്കിയും കൂടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വരുന്നതെല്ലാം മേടിച്ച് കെട്ടിക്കോളുക, അത്രയേ ഉള്ളൂ. മിണ്ടാതെ പോയവരെ തിരിച്ചു വന്നേച്ച് ഇനി എനിക്ക് വേണം എനിക്ക് താന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ച കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.